നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് റിസഷൻ അല്ലെങ്കിൽ മാന്ദ്യം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇൻഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ, ഡീഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ തന്നെ റിസഷനെ കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണ്? ഈ അർത്ഥങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വാക്ക് റിസഷനാണ്, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിസിനസ്സുകൾക്കാകട്ടെ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക്കാകട്ടെ ഇവിടെ എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക ചരിത്രം മുഴുവൻ നോക്കിയാൽ എല്ലാ എക്കോണമികളും, ഒന്നോ രണ്ടോ എക്കോണമികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും വളർച്ചയുടെ പാതയിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ വളർച്ചയെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. GDPയും സമയവുമായിട്ടുള്ള ഒരു ഗ്രാഫിൽ ഇതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളർച്ചയല്ല ഒരിടത്തും ഉണ്ടാവുന്നത്. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ ചാർട്ടിൻ്റെ രൂപത്തിലായിരിക്കും എല്ലാ എക്കോണമികളും ബിസിനസ്സുകളും വളരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ചില സമയങ്ങളിൽ മുകളിലേക്കുള്ള വളർച്ച കാണാം, ചില സമയങ്ങളിൽ താഴേക്കുള്ള ഒരു തകർച്ച കാണാം. ഇങ്ങനെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് എല്ലാവരും വളരുന്നത് എന്നാണ് ബിസിനസ് സൈക്കിൾ പറയുന്നത്. ഈ ബിസിനസ് സൈക്കിളിനെ നമുക്ക് 4ആയിട്ട് ഭാഗിച്ച് ഈ ഓരോ ഭാഗത്തും എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ AB എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കിളിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം, ഇതിനെയാണ് ഒരു എക്സ്പാൻഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് മുകളിലേക്കുള്ളൊരു വളർച്ചയുടെ ഫേസ് ആണത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളിലൊക്കെ ഒരു എക്സ്പാൻഷൻ നടക്കുന്ന ഫേസ് ആണെന്നാണ് പറയുന്നത്. ഇനി B മുതൽ C വരെ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇതിനെയാണ് ഒരു ബൂമിംഗ് ഫേസ് എന്ന് പറയുന്നത്. എക്കോണമി വളരുക മാത്രമല്ല, നല്ല രീതിയിൽ ആ വളർച്ച മുന്നോട്ട് പോകുന്നതിനെ ബൂമിംഗ് ഫേസ് എന്ന് പറയുന്നു. ഇനി C മുതൽ D വരെയുള്ള ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ എക്കോണമി താഴേക്ക് പോവുകയാണ് എന്ന് കാണാം. ആ ഒരു ഫേസിനെയാണ് എക്കോണമിക് സ്ലോ ഡൗൺ എന്ന് പറയുന്നത്. ആ ഒരു ഫേസിന് ശേഷം DE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ എക്കോണമി കൂപ്പ് കുത്തുന്നത് കാണാം. ആ ഒരു ഫേസിനെയാണ് നമ്മൾ റിസഷൻ എന്ന് പറയുന്നത്. ഈ റിസഷൻ കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. ഈ റിസഷന് ശേഷം വീണ്ടും റീകവറി വരികയാണ്. വീണ്ടും എക്കോണമിയുടെ എക്സ്പാൻഷൻ നടക്കുന്നു, എക്കോണമിക് ബൂം നടക്കുന്നു. അങ്ങനെ സൈക്ലിക്കലായിട്ട് എക്കോണമി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഐഡിയൽ ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. എല്ലാ എക്കോണമികളിലും ഇങ്ങനെ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില സമയത്ത് റിസഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇതുണ്ടാവുന്ന സമയം, അതുപോലെ തന്നെ ഇതുണ്ടാവുന്ന കാലയളവ്, ഇതിനകത്തൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം. പക്ഷേ ഏറെക്കുറെ ഇങ്ങനെയാണ് എക്കോണമികൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ സ്ലോ ഡൗണും റിസഷനും എല്ലാം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസഷൻ എന്താണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ റിസഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥമായിട്ട് നമ്മൾ പറയുന്നത് സാമ്പത്തിക മാന്ദ്യം എന്നാണ്. മാന്ദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനത്തിൽ എന്താണ് പറയുന്നത്? അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ പറയുന്നത് കൃത്യമായിട്ട് 2 ക്വാർട്ടറുകളിൽ, 2 പാദങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ GDP വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു റിസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GDP വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള GDP റേറ്റാണ്, GDP ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് താഴേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാം. അതായത് വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫേസ് ആണോ ഒരു റിസഷൻ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ഈ ഫേസ് എക്കോണോമിക് സ്ലോ ഡൗൺ ആണ്. GDPയുടെ വളർച്ചാ നിരക്ക് താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ GDP അപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പാദത്തിൽ 10% വളർച്ചാ നിരക്ക് അടുത്ത പാദത്തിൽ 8% കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അടുത്ത പാദത്തിലും GDP 8% വളർന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പാദത്തിൻ്റെ അത്രയും വളർന്നിട്ടില്ല. GDPയുടെ വളർച്ചാ നിരക്കിൽ ഒരു ചെറിയ കുറവ് വരുന്നു എന്ന് മാത്രം. ഇതിനെയാണ് നമ്മൾ സ്ലോ ഡൗൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് സൈക്കിൾ ഗ്രാഫിലെ CD എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനെ നമുക്ക് ഏകദേശം ഇങ്ങനെ പറയാം. അപ്പോൾ എന്തിനെയാണ് നമ്മളൊരു റിസഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഓരോ ക്വാർട്ടറിലെയും GDP ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ അടുപ്പിച്ചുള്ള 2 ക്വാർട്ടറുകളിൽ അത് 0ക്ക് താഴേക്ക്, അതായത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിസഷൻ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ GDPയുടെ നിരക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ GDP റിയൽ ഫിഗർ എടുത്ത് നോക്കുമ്പോൾ അത് കുറഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഒരു ക്വാർട്ടറിലെ GDP 1000 രൂപയായിരുന്നു എന്ന് വിചാരിക്കാം. അടുത്ത ക്വാർട്ടറിൽ അത് വെറും 900 രൂപ മാത്രമാവുന്നുള്ളൂ എങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഗ്രോത്താണ്.
അതിൻ്റെ അടുത്ത ക്വാർട്ടറിൽ വീണ്ടും അതൊരു 850 കുറയുകയാണെങ്കിൽ അവിടെയും നെഗറ്റീവ് ഗ്രോത്ത് ആണെന്ന് കാണാം. ഇങ്ങനെ രണ്ട് പാദങ്ങളിൽ നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുമ്പോഴാണ് നമ്മളതിനെ ടെക്നിക്കലി ഒരു റിസഷൻ എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക മാന്ദ്യം നടക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പാദവാർഷിക GDP 2 ക്വാർട്ടറുകളിൽ നെഗറ്റീവായി പോവുകയാണ്, അല്ലെങ്കിൽ 2 അതിലധികമോ ക്വാർട്ടറുകളിൽ നെഗറ്റീവായി പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? GDP ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിയൽ GDP ആണ്. GDP കുറിച്ചുള്ള വീഡിയോയിൽ റിയൽ GDP, നോമിനൽ GDP എന്ന് 2 GDP ഉണ്ടെന്ന് പറഞ്ഞു. റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പ്രൊഡക്ഷൻ്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ GDP താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്തെ ഉൽപ്പാദനമൊക്കെ താഴേക്ക് പോവുകയാണ്, ഉൽപ്പാദനം കുറയുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നതിനേക്കാൾ ഉൽപ്പാദനം കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉൽപ്പാദനം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി, ഉരുക്ക് വ്യവസായം, കഴിഞ്ഞ വർഷം 1000 ടൺ സ്റ്റീലാണ് അവരവരുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചത്. എന്നാൽ ഈ വർഷം വെറും 500 ടണ്ണ് മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ. കാരണം മാർക്കറ്റിൽ 500 ടണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആ കമ്പനിയിൽ ആവശ്യമുള്ള ജോലിക്കാരുടെ അളവ് കുറയും. കാരണം 1000 ടണ്ണ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ എത്ര ജോലിക്കാർ വേണമോ അത്രയും ജോലിക്കാരുടെ ആവശ്യം 500 ടണ്ണ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇല്ല. അപ്പോൾ കുറേ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും. ഇങ്ങനെ ആളുകൾക്കെല്ലാം ജോലി നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ വരുമാനം കുറയും, ഇൻകം ഇല്ലാതാവും. അതിൻ്റെ ഭാഗമായി അവരുടെ ചെലവും കുറയും. ഇപ്പം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നോ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെലവ് ചെയ്യുന്നത്. നമുക്ക് വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് കുറയും. അങ്ങനെ ഒരു എക്കോണമിയിലെ മൊത്തത്തിലുള്ള സ്പെൻഡിങ് കുറയും. ആളുകൾ പൈസ ചിലവാക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും എക്കോണമിയിൽ ഡിമാൻഡ് കുറയും. നമ്മൾ കാർ മേടിക്കുന്നില്ല, വീട് മേടിക്കുന്നില്ല, പാല് മേടിക്കുന്നില്ല, ഇങ്ങനെ ഓരോ സാധനവും മേടിക്കാതിരുന്നാൽ ആ സാധനങ്ങളിലെല്ലാം ഡിമാൻഡ് കുറയുകയും ആ സ്ഥലങ്ങളിലെല്ലാം പ്രൊഡക്ഷൻ താഴെ പോവുകയും വീണ്ടും ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവങ്ങളെല്ലാം ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് റിസഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു, GDP താഴേക്ക് പോകുന്നു, പ്രൊഡക്ഷൻ ഇല്ലാതാവുന്നു, എക്കോണമിയിലെ സ്പെൻഡിങ് കുറയുന്നു. അങ്ങനെ മൊത്തത്തിൽ എക്കോണമി താഴേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സാമ്പത്തിക മാന്ദ്യം എന്ന് വിളിക്കുന്നത്. ഇനി സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. സാമ്പത്തിക മാന്ദ്യവും ഇൻഫ്ലേഷനും തമ്മിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡയറക്റ്റായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ചില സമയത്ത് സാമ്പത്തിക മാന്ദ്യം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നത് കാണാം. എന്നാൽ സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയതിന് ശേഷം ഇൻഫ്ലേഷൻ താഴേക്ക് പോകുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചാൽ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് കുറയുമെന്ന് നമുക്കറിയാം, അൺഎംപ്ലോയ്മെൻറ്റ് കൃത്യമായിട്ട് കൂടുമെന്ന് നമുക്കറിയാം. പക്ഷേ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ഇൻഫ്ലേഷൻ കൂടുമെന്നോ കുറയുമെന്നോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ എല്ലാം വില മുകളിലേക്ക് പോകുന്നതാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിലൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ നടക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊന്നും തങ്ങളുടെ സേവനത്തിൻ്റെ വില കൂട്ടാതെ ക്വാളിറ്റി മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM എന്ന് പറയുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും 10,000 മണിക്കൂറിലധികം വരുന്ന കണ്ടന്റാണ് അവരുടെ ആപ്പിലൂടെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കുക്കു FMൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ചാർജ് 399 രൂപയാണ്. പക്ഷേ ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ 19 മുതൽ 25 വരെ നിങ്ങൾ ദിവാലി 50 എന്ന് പറഞ്ഞുള്ള ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ചാർജിൽ 50% കുറവ് വരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും കുക്കു FM നൽകുന്നതാണ്. കാറ്, ഗോൾഡ് കോയിൻ, ഹോട്ട്സ്റ്റാർ വൗച്ചറുകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സമ്മാനങ്ങളാണ് ദീപാവലിയുടെ ഭാഗമായി കുക്കു FM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ് എന്ന സമ്മാനത്തോടൊപ്പം ആകർഷകമായ മറ്റ് സമ്മാനങ്ങൾ നേടാൻ ഇപ്പോൾ തന്നെ കുക്കു FM ഡൗൺലോഡ് ചെയ്യുകയും ദിവാലി 50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇനി റിസഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ റിസഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് റിസഷൻ ആണെന്ന് മനസ്സിലാവില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, 2 ക്വാർട്ടറുകളിലെ GDP നെഗറ്റീവ് ആകുമ്പോഴാണ് അതിനെ റിസഷൻ എന്ന് ടെക്നിക്കലായിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്കണോമിക് ഡേറ്റയൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, ഓരോ ക്വാർട്ടറിൻ്റെയും ഡേറ്റ അവർ പുറത്തു വിടുന്നത് ഓരോ 1-2 മാസത്തിന് ശേഷമാണ്. ഇപ്പോൾ ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ആണ്. ജൂൺ, ജൂലൈ മാസങ്ങളാകുമ്പോഴാണ് അതിൻ്റെ ഡേറ്റ പുറത്തു വരുന്നത്. ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഡേറ്റ പുറത്തു വരുന്നത്. സോ ഒന്നാമത്തെ ക്വാർട്ടറിലും രണ്ടാമത്തെ ക്വാർട്ടറിലും GDP നെഗറ്റീവ് ഗ്രോത്തിലായിരുന്നുവെങ്കിലും നമ്മളത് അറിയുന്നത് ചിലപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ ക്വാർട്ടറിലായിരിക്കും. ഈ 3-ാമത്തെയോ 4-ാമത്തെയോ ക്വാർട്ടറിനുള്ളിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ നമ്മൾ റിസഷനിൽ നിന്ന് കരകയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ റിസഷനിലൂടെ കൂപ്പുകുത്തി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവാം. സോ നമ്മൾ റിസഷനിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ റിസഷൻ്റെ തുടക്കത്തിലോ റിസഷനിലൂടെ പോകുമ്പോഴോ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാനുള്ള, അല്ലെങ്കിൽ ഇത് റിസഷനാണ് എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ റിസഷൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ റിസഷനിൽ നിന്ന് നമുക്ക് കരകയറാം, അല്ല എങ്കിൽ റിസഷനിൽ കൂപ്പുകുത്തി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇത് രണ്ടും തീരുമാനിക്കുന്നത് അതത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ RBI, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ GDP പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ GDP സ്ലോ ഡൗണിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് റിസഷനിലേക്ക് പോവുകയാണോ എന്നൊക്കെ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കാം.
ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബിസിനസ് സൈക്കിളിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ C2D എന്ന് പറയുന്നത് എക്കണോമിക് സ്ലോ ഡൗൺ ആണ്. അപ്പോൾ ആ ഒരു ഫേസിലൊക്കെ എത്തുമ്പോൾ ആ ഒരു എക്കോണമിയെ റിസഷനിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ റിസഷനിലേക്ക് പോയാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിനെ റീകവറി നടത്താനൊക്കെയുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിന് എടുക്കാം. അതിനെയാണ് ആൻറ്റി സൈക്ലിക്കൽ അല്ലെങ്കിൽ കൗണ്ടർ സൈക്ലിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2019-2020 കാലഘട്ടത്തിൽ ഇന്ത്യൻ GDP ഒരു സ്ലോ ഡൗണിലേക്ക് പോവുകയായിരുന്നു. ഓരോ ക്വാർട്ടറിലും ഇന്ത്യൻ GDPയുടെ വളർച്ചാ നിരക്ക് താഴേക്ക് പോവുകയാണ്, അത് നെഗറ്റീവിലേക്ക് പോയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് എടുത്ത വലിയൊരു തീരുമാനമായിരുന്നു കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് കമ്പനികൾക്ക് അവരുടെ ടാക്സ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകൾ അവരുടെ ടാക്സ് കുറയ്ക്കുമ്പോൾ അവർക്ക് കൂടുതൽ സേവിങ്സ് ഉണ്ടാവും. ആ പൈസ വീണ്ടും ബിസിനസ്സുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ലോ ഡൗണിനെ, പ്രൊഡക്ഷനൊക്കെ കൂട്ടിയിട്ട് സ്ലോ ഡൗണിനെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കും. അങ്ങനെ ഒരു മെഷറാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇനി കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ എക്കോണമി ടെക്നിക്കലി ഒരു റിസഷനിലേക്ക് പോയിരുന്നു. 2021 ക്വാർട്ടർലി കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2 പാദങ്ങളിൽ നെഗറ്റീവായിട്ട് നമ്മുടെ GDP ഗ്രോത്ത് പോകുന്നത് കാണാം. ആ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ എക്കോണമിയിൽ ഡിമാൻഡ് ഉയർത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റിന് അതിന് കൃത്യമായിട്ട് കാണാനും നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പറ്റും എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഈ റിസഷനൊക്കെ സംഭവിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. തിയററ്റിക്കലി ബിസിനസ് സൈക്കിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് റിസഷൻ തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഈ റിസഷന് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒന്നൊരു നാച്ചുറൽ ഡിസാസ്റ്റർ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് COVID-19 എന്ന് പറയുന്നത്. കോവിഡ് വന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നതോടുകൂടി സാമ്പത്തിക മേഖലയെല്ലാം തകരുകയും പല രാജ്യങ്ങളും റിസഷനിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമല്ല, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പല രീതിയിൽ അത് എക്കോണമി അഫക്റ്റ് ചെയ്യും, പല സമയങ്ങളിലും അത് റിസഷൻ പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇനി റിസഷൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നതാണ് വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകരുക അല്ലെങ്കിൽ ക്രാഷ് ആവുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത് റിസഷനിലേക്ക് വഴിവെക്കാം. ഇപ്പോൾ 2008 തന്നെ ആഗോള സാമ്പത്തിക മാന്ദ്യം നോക്കുകയാണെങ്കിൽ ലേമാൻ ബ്രദേഴ്സ് പോലെയുള്ള വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർന്നതാണ് ആ ഒരു മാന്ദ്യത്തിന് കാരണമായത്. ഇപ്പോൾ ക്രെഡിറ്റ് സ്യൂസ് പോലെയുള്ള വലിയ വലിയ ബാങ്കുകൾ തകർച്ചയിലേക്ക് പോകുന്നുവെന്നും അത് ഒരു പക്ഷേ മാന്ദ്യത്തിന് കാരണമായേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളുടെ തകർച്ചയും മാന്ദ്യത്തിന് പലപ്പോഴും വഴിവെക്കാറുണ്ട്. ഇനി മാന്ദ്യത്തിൻ്റെ മറ്റൊരു കാരണം ഗവൺമെൻറ്റുകളുടെ കയ്യിലിരിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യം മാന്ദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് മാന്ദ്യത്തിൽ നിന്ന് അതിനെ കരകയറാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചില രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ മോശമായ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അത്തരം രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ശ്രീലങ്ക എന്നൊക്കെ പറയുന്നത് നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. ഇനി മാന്ദ്യത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന ഈ ലിസ്റ്റിൽ അവസാനം പറയുന്ന ഒരു കാരണമാണ്, ഒരു മാന്ദ്യം ഉണ്ടായേക്കാം, ഒരു റിസഷൻ ഉണ്ടായേക്കാം എന്നുള്ള പേടി പോലും ഒരു റിസഷന് കാരണമാകാം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാൻ പോവുകയാണെന്ന് അടിസ്ഥാനമൊന്നുമില്ലാതെ ഒരു വാർത്ത പരക്കുകയാണ്. അത് അപ്പോൾ തന്നെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും അവരുടെ പൈസയൊന്നും ചെലവാക്കാതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് താഴേക്ക് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം കൂടെ ആളുകൾ ഒന്നിച്ച് പിൻവലിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കുകളെല്ലാം കൂടെ ഒന്നിച്ച് വിറ്റ് തീർക്കുകയാണെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നതിന് കാരണമാകും. ഇങ്ങനെ മാന്ദ്യം ഉണ്ടാകാമെന്നുള്ള പേടി പോലും ഒരു പക്ഷേ മാന്ദ്യത്തിലേക്ക് നയിക്കുക. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു കഴിഞ്ഞാൽ തട്ടുകേടില്ലാതെ എങ്ങനെ രക്ഷപ്പെടാം? എന്താണ് ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ചെയ്യേണ്ടത്? ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 4-5 പോയിന്റുകൾ പറയുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് ലക്ഷറി സ്പെൻഡിങ്ങുകളൊന്നും നടത്താതിരിക്കുക. ആവശ്യമില്ലാത്ത സ്പെൻഡിങ് അല്ലെങ്കിൽ വലിയ ബിഗ് സ്പെൻഡിങ്ങുകളൊന്നും നടത്താതിരിക്കുക. ഒരു പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങുക, ഇങ്ങനെയുള്ള വലിയ സ്പെൻഡിങ്ങുകളിലേക്ക് പോകാതിരിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം ഓൾറെഡി തന്നെ അടച്ചു തീർക്കുക. എല്ലാ ഡെറ്റുകളും ക്ലിയർ ചെയ്യുക. അതുപോലെ നേരത്തെ ചിലവാക്കരുത് എന്ന് പറഞ്ഞു, പൈസ ചിലവാക്കാതിരിക്കുന്നതിനോടൊപ്പം കൂടുതൽ പൈസ സേവ് ചെയ്ത് വെക്കുക. ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റിസഷൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞതാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ജോലി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റിസഷനിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ജോലി മാറാതിരിക്കുക. അതുപോലെ തന്നെ പുതിയ സ്കില്ലുകൾ കണ്ടെത്തുക. അതായത് ഒരു ജോലി പോയാലും മറ്റൊരു ജോലി കണ്ടെത്തുന്ന രീതിയിൽ നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു റിസഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു റിസഷൻ എന്താണെന്നും റിസഷനുമായി ബന്ധപ്പെട്ട് വിവിധ ആംഗിളുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഇത്രയും പോർഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന മറ്റ് ചില വാക്കുകളുടെയും കൂടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1929 നടന്നത് ഒരു ഡിപ്രഷനാണ്, ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. 2008 നടന്നത് ഒരു ഡിപ്രഷനാണെന്ന് പറയും. അപ്പോൾ ഒരു റിസഷനും ഒരു ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
അതിൻ്റെ കാലയളവിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇപ്പോൾ 1, 2, 3 ക്വാർട്ടറുകൾ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ലോ ഡൗൺ ഒക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ GDP ഗ്രോത്ത് ഒക്കെ താഴേക്ക് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റിസഷൻ എന്ന് പറയുന്നത്. ഈ റിസഷനിൽ നമ്മൾ റീകവർ ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ക്വാർട്ടറുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു റിസഷൻ നീണ്ടു നിൽക്കുമ്പോൾ അത് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അതിനെയാണ് നമ്മളൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1929 നടന്ന ഡിപ്രഷൻ 7-8 വർഷക്കാലം അതിൻ്റെ എഫക്റ്റുകൾ നീണ്ടു നിന്നു. 2008 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2009-ലും 2010-ലൊക്കെയാണ് ആളുകൾക്ക് പിന്നീട് തിരിച്ച് കയറാൻ സാധിച്ചത്. അതുകൊണ്ടൊക്കെയാണ് അതിനെ നമ്മളൊരു ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. സോ കാലയളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് റിസഷനും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത വാക്കാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? അത് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിക്സിലെ തിയറിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കർവ് ഉണ്ട്. ഈ ഫിലിപ്സ് കർവിൽ കാണിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധമാണ്. ഈ തിയറി പറയുന്നത് ഇതാണ്: ഇൻഫ്ലേഷൻ കൂടുതലാണ് എങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറവായിരിക്കും എന്നാണ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പമാണെന്ന് നമുക്കറിയാം, സാധനങ്ങളുടെ വില കൂടുന്നതാണ്, അതുപോലെ തന്നെ കറൻസിയുടെ മൂല്യം താഴേക്ക് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കോണമിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എക്കോണമിക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻഫ്ലേഷനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണെന്നും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനാണ് നടക്കുന്നത്. ആളുകളെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നു, ഈ പണം അവർ എക്കോണമിയിലേക്ക് കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് ഉയരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലേഷൻ നടക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് കൊണ്ട് എക്കോണമിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും, ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ ജോലി ഉണ്ടായിരിക്കും, അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് താഴേക്ക് പോകും. ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നടക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫിലിപ്സ് കർവ് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു, അതേസമയം ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുകയും ചെയ്യും. എന്നാൽ ഇവിടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണ വില ഉയരുന്നു, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളുടെയും വില കൂടും. അപ്പോൾ അത് ഇൻഫ്ലേഷനാണ്. പക്ഷേ ഈ ഇൻഫ്ലേഷൻ ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസ്റ്റ് ഫാക്ടർ കൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ മുകളിലേക്ക് പോവുകയും അത് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. സോ ഫിലിപ്സ് കർവിന് ഓപ്പോസിറ്റ് സംഭവിക്കുക, അതായത് ഇൻഫ്ലേഷനും ഉയരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഉയരുന്നു. ഈ ഒരു സ്ഥിതിയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് എക്കോണമി വലിയ രീതിയിൽ മുകളിലേക്കും പോകില്ല, താഴേക്കും പോകില്ല, എക്കോണമി ഏകദേശം ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും, എന്നാൽ ആളുകളുടെ ജീവിത സാഹചര്യത്തിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ള 2 വാക്കുകളാണ്, ഒന്ന് ഡീഫ്ലേഷനും അതുപോലെ തന്നെ ഡിസ്ഇൻഫ്ലേഷനും. ഇൻഫ്ലേഷൻ എന്താണ് നമ്മൾ പഠിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെ വില കുറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും തോന്നും ഇൻഫ്ലേഷൻ ഒരു മോശം സാധനമാണ് എങ്കിൽ ഡീഫ്ലേഷൻ ഒരു നല്ല സംഭവമല്ലേ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലേഷൻ എല്ലായ്പ്പോഴും മോശമാവണമെന്നില്ല. ഒരു എക്കോണമി, വളരുന്ന ഒരു എക്കോണമിക്ക് കുറച്ചൊക്കെ ഇൻഫ്ലേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഡീഫ്ലേഷൻ. ഒരു ചെറിയ ഷോർട്ട് ടൈമിലേക്കൊക്കെ ഡീഫ്ലേഷൻ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. ആ എക്കണോമിയിലുള്ള ആളുകൾക്ക് സാധനങ്ങളുടെയൊക്കെ വില കുറയുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നും. പക്ഷേ അത് ലോങ് ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സാധനങ്ങളുടെയൊക്കെ വില കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ബിസിനസ്സുകളെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ബിസിനസ്സുകളെ അഫക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് എക്കോണമി അഫക്റ്റ് ചെയ്യുകയും എക്കോണമിക്ക് ഒരു സ്ലോ ഡൗൺ സംഭവിക്കുകയും ചെയ്യും. അതാണ് ഡീഫ്ലേഷൻ്റെ പ്രശ്നം. സോ ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പക്ഷേ ഡീഫ്ലേഷൻ ഒരു നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനത്തെ വാക്ക് ഡിസ്ഇൻഫ്ലേഷൻ. എന്താണ് ഡിസ്ഇൻഫ്ലേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു എക്കണോമിക് സ്ലോ ഡൗണും എക്കണോമിക് റിസഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന്. അതുതന്നെയാണ് ഡിസ്ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു എക്കണോമിയിലെ ഇൻഫ്ലേഷൻ്റെ നിരക്ക് താഴേക്ക് വരുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ക്വാർട്ടറിൽ 10% ഇൻഫ്ലേഷൻ എന്ന് വിചാരിക്കാം, അടുത്ത ക്വാർട്ടറിൽ അത് 9% കുറഞ്ഞു. അങ്ങനെ താഴേക്ക് വരുന്നതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫ്ലേഷൻ നെഗറ്റീവായി പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയും. ഡിസ്ഇൻഫ്ലേഷൻ പലപ്പോഴും നല്ലതാണ്. ഒരു ചെറിയ ടൈം പീരീഡ് വരെ ഡിസ്ഇൻഫ്ലേഷൻ നല്ലതാണെന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ വർഷം 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ വില ഈ വർഷം 110 രൂപയായിട്ട് കൂടുന്നു. അതാണ് 10% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വർഷം അത് വെറും 115 മാത്രമേ ആവുന്നുള്ളൂ. വില കൂടി, എന്നാൽ ആ ഒരു റേറ്റിൽ ഒരു ചെറിയ കുറവുണ്ടായതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്ഇൻഫ്ലേഷൻ കുറേ അധിക കാലം നീണ്ടു നിന്നാൽ അത് ഡീഫ്ലേഷനിലേക്ക് നയിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സോ നമ്മളിപ്പോൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന റിസഷൻ അല്ലെങ്കിൽ മാന്ദ്യം, അതോടൊപ്പം ഡിപ്രഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ഡിസ്ഇൻഫ്ലേഷൻ പോലെയുള്ള എക്കണോമിക് ആയിട്ടുള്ള വാക്കുകളുടെ അർത്ഥം എന്താണെന്നും അവയുടെ ഇമ്പാക്റ്റ് എന്താണെന്നും കുറച്ച് ഡീപ്പായിട്ട് തന്നെ റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എന്താണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അറിയാവുന്ന പോയിന്റുകൾ ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.